ഇനി ഞങ്ങള് മലരിക്കൽ പോവാണ്. ഞങ്ങള് മലരിക്കൽ സ്കൂട്ടിയിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഇന്ന് പെട്രോൾ ഇല്ലാത്ത കാര്യം അറിയത്തില്ലായിരുന്നു. ദേശീയ പണിമുടക്കായിരുന്നല്ലോ. അപ്പൊ അത് കാരണം പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് ഇലക്ട്രിക് സ്കൂട്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങള് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ബൈ, കമോൺ. പെട്ടെന്നുണ്ടാക്കിയൊരു തീരുമാനമാണ് കേട്ടോ. കാരണം രാത്രി കിടക്കാൻ തിന്നപ്പോഴാ പറഞ്ഞത് നമുക്ക് മലരിക്കൽ രാവിലെ പോയാലോടി, എങ്ങനാ, നല്ല രസമായിരിക്കും. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഓക്കെ പറഞ്ഞു. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും രാവിലെ ഒന്ന് പോയാൽ മതിയായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ദേശീയ പണിമുടക്കാണെന്നുള്ള കാര്യം തന്നെ ഞങ്ങൾക്ക് മറന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ജൂപ്പിറ്ററിൽ പോകാമല്ലോ എന്ന് ഓർത്താണ് ഇരുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് 30 കിലോമീറ്റർ ആണ്. എങ്കിലും ഇലക്ട്രിക്കലിലും പോകാം, എങ്കിലും ഒരു റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ജൂപ്പിറ്ററിൽ പോകാൻ തീരുമാനിച്ചത്. പക്ഷെ പിറ്റേ ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പെട്രോൾ പമ്പാണെങ്കിൽ പെട്രോൾ പമ്പ് അടച്ചിരുന്നു. അച്ഛൻ പറഞ്ഞു നിങ്ങൾ എത്താൻ ഭയങ്കരമായിട്ട് താമസിക്കുമെന്നൊക്കെ. അച്ഛൻ അങ്ങനെ ഭയങ്കര നെഗറ്റീവാണ്, നിങ്ങൾ ചിലപ്പോൾ എത്തത്തില്ല, നിങ്ങൾ വഴി കിടക്കും എന്നൊക്കെ പറയും. ഞങ്ങൾ പറയും ഓ ഞങ്ങൾക്ക് അതാലും കുഴപ്പമില്ല, ഞങ്ങൾ എന്തായാലും കണ്ടേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈ യാത്രയ്ക്ക് വേണ്ടി തുടർന്നു. എന്തായാലും ഈ ഓണത്തിന് മുമ്പുള്ള ഒരു വസന്തകാലം ഒന്ന് നേരത്തെ തന്നെ കണ്ടേക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീടിന് അടുത്താണെങ്കിലും ഞങ്ങൾ ഇതുവരെ ഇത് കാണാൻ പോയിട്ടില്ല കേട്ടോ. കാരണം മടി കാരണമാണ് മിക്കപ്പോഴും. പോകാമെന്ന് വിചാരിക്കും. കഴിഞ്ഞ പ്രാവശ്യം പൂത്തപ്പോഴും എല്ലാവരും പോയപ്പോഴും ഞങ്ങൾ കണ്ടില്ല. ഈ പ്രാവശ്യമെങ്കിലും പോയി കാണണമെന്ന് തന്നെ എന്തായാലും വിചാരിച്ചത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ അവിടെ പോയി. പിന്നെ ഒരുപാട് ഫോട്ടോസ് എടുത്ത് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റൊക്കെ ചെയ്ത് തന്നു. അങ്ങനെ ആ ചേട്ടൻ നല്ല കമ്പനിയായിരുന്നു കേട്ടോ. ആ ചേട്ടൻ പറയുക ഇത് പാടമാണ്, വലിയൊരു കൃഷിയൊക്കെ ഇറക്കുന്ന സ്ഥലമാണ്. ഇത് കഴിയുമ്പോൾ ഓഗസ്റ്റൊക്കെ കഴിയുമ്പോൾ ഇവരെ നന്നായിട്ട് കൃഷിയൊക്കെ ഇറക്കും എന്നൊക്കെയാണ് പറയുന്നത് പുള്ളിക്കാരൻ. ഇത് പാടത്ത് മോട്ടർ വെച്ച് ശരിക്കും പറ്റിക്കും. ഇത് കണ്ടോ, ഞങ്ങൾ അവിടെ പോയിട്ട് എടുത്ത ഒരുപാട് മനോഹരമായിട്ടുള്ള ഫോട്ടോസൊക്കെ ആട്ടോ. പോയിട്ട് കിട്ടിയ പൂക്കളാണിത് ഗൈസ്. അവിടെ ചെന്നപ്പോൾ വൈൻഡപ്പ് എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ മൊത്തം നാട്ടുകാരായിരുന്നു. എൻ്റെ ഒരു ഇൻട്രോവേർട്ട് അതിനെ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഈ കിട്ടിയ പൂക്കൾ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ വൈൻഡപ്പ് പറയുകയാണ് ഗൈസ്. നോക്കൂ, ഇതാണ് ഞങ്ങൾ കിട്ടിയ പൂക്കൾ. നോക്കൂ ഗൈസ്, വാടിപ്പോയി ഗൈസ്. ഈ പൂവെല്ലാം വാടിപ്പോയി. കാണാൻ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു പീസ് ഓഫ് മൈൻഡ്, നല്ല അടിപൊളി, നല്ല രസമായിരുന്നു കാണാൻ. നമുക്ക് ഇഷ്ടപ്പെടും. അവിടെ നമുക്കൊരു 100 രൂപയുള്ളൂ കേട്ടോ ഒരാൾക്ക് കയറാൻ. അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഹസ്ബൻഡും കൂടി കയറിയിട്ട് രണ്ടുപേരും കൂടിയാണ് പോയത്. അപ്പോൾ 100 രൂപയ്ക്ക് നമുക്ക് 200 രൂപയ്ക്ക് നല്ല വർത്താം. കാരണം കുറെ നേരം അവിടെ പോയിട്ട് ആ ചേട്ടൻ നമുക്ക് വേണ്ടി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്ത് തന്നു. നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്ത് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ആമ്പലൊക്കെ പറിക്കപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അതൊരു പ്രത്യേക ഒരു ഫീലാണ്. നമുക്ക് വർത്തായിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ ഇത്.